അപ്പൊ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് തന്റെ ജീവിതത്തിൽ. ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും വേണ്ടുവോളം ഉള്ള ഒരാളായിട്ടാ ഞാൻ അഞ്ജലിയെ കണ്ടിരുന്നത്. പക്ഷേ ഇയാൾ എന്നാ അങ്ങനെ അല്ല എന്നെനിക്ക് മനസ്സിലായി. പ്രസാദേട്ടാ, ഞാൻ ആയിരുന്നെങ്കിൽ ആക്സിഡന്റ് നടന്ന കാര്യം താൻ മറച്ചു വെക്കില്ലായിരുന്നു. ഇപ്പൊ എന്നെ പല കാര്യങ്ങളും അറിയിക്കരുതെന്ന് സീതമ്മയെ ചട്ടം കെട്ടില്ലായിരുന്നു താൻ. സാരമില്ല, ഞാനാ തെറ്റ് ചെയ്തേ. കൊടുക്കുന്ന ആത്മാർത്ഥത അതേ അളവിൽ തിരിച്ചു കിട്ടുമെന്ന് കരുതിയ ഞാൻ വിഡ്ഢിയായി എന്നർത്ഥം. അയ്യോ പ്രസാദ് സാർ അങ്ങനെയൊന്നും പറയല്ലേ. അഞ്ജലി ഒരിക്കലും സാറിന് വെടിവേഷം കെട്ടിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല. മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാത്. സത്യം പറഞ്ഞ ആക്സിഡന്റ് നടന്നത് സാറിനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതിന് കാരണം ഉണ്ടായിരുന്നു. അത് വെറും ഒരു ആക്സിഡന്റ് അല്ല സാർ. സീതമ്മേ, ഞാൻ പറയട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്ക. അഞ്ജലി മര്യാദയ്ക്ക് സ്കൂട്ടറിൽ വന്നപ്പോ വേറൊരു കാറ് മുമ്പേ വന്ന് വിലങ്ങിയതാ സാർ. അങ്ങനെയാ പെട്ടെന്ന് സ്കൂട്ടർ നിർത്തി അഞ്ജലി മറിഞ്ഞു വീണത്. ഓ മൈ ഗോഡ്. എന്നിട്ട് അതെന്നെ മറച്ചു വെച്ചതിന്റെ കാരണം എന്താ? അത് പിന്നെ അയാളാണെങ്കിൽ മദ്യപിച്ചിരുന്നു. ആ വിവരം സാർ അറിഞ്ഞ ആ കാറുകാരനെ അന്വേഷിച്ച് പോകുന്നും വഴക്കും വയ്യാവേലയും ആകുമെന്നും അഞ്ജലി ഭയന്നു. അതാ പറയാതിരുന്നത്. എന്ത് വയ്യാവേലിയായാലും നമ്മളത് അന്വേഷിക്കണം. കാണിച്ച തെമ്മാടിത്തരമല്ല അയാള്. പ്രസാദേട്ട, വേണ്ട, ഒന്നിന്റെയും പിന്നാലെ പോണ്ട. ഞാൻ സമ്മതിക്കില്ല ഒന്നിനും. ഞാൻ കാരണം പ്രസാദേട്ടന് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. അതെ അതെ, കൂടുതലൊന്നും ആലോചിക്കേണ്ടെന്നേ. ആ ആക്സിഡന്റിന്റെ കാര്യം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഏതായാലും ജീവന് ആപത്തൊന്നുമില്ലല്ലോ. ഞാനത് മറന്നാലും തനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊന്നില്ല. ഇപ്പോ കയ്യിലെ മുറിവിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുറിവിനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നേരിട്ട് തരാനാ ഞാൻ തന്നെ അന്വേഷിച്ചു വന്നത്. ഇങ്ങോട്ടേക്ക്. രണ്ടു കൈയും വയ്യല്ല, ഇങ്ങ് കാണിക്ക, ഞാൻ തന്നെ തേച്ചുതരാം. കൈ കാണിക്കണം. ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് എനിക്കറിയാം. സീതമ്മേ, ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ അഞ്ജലിക്ക്. അത് കുടിച്ചിട്ട് കിടന്നാൽ മതി. അത് ഐഡിയ, ഞാൻ റെഡിയാക്കാം. ഇവിടെ ശുശ്രൂഷ നടക്കട്ടെ. ഹായ് അച്യുത്. ഹായ് അങ്കിൾ. എന്തായി ചെയ്യുന്നേ? ഓ, ഇന്റലക്ച്വൽ ഗെയിം ആണല്ലോ. അച്യുത് എത്ര സമയം എടുക്കും ഈ റുബിക്സ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യാൻ? പണ്ടൊക്കെ 8 മണിക്കൂർ എടുക്കുമായിരുന്നു, ഇപ്പൊ അരമണിക്കൂർ മതി. ആഹാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നാ ഉടനെ കളിക്കാൻ തുടങ്ങും അച്യുത്? ഇല്ല അങ്കിൾ, അമ്മ പ്രത്യേകം പറഞ്ഞതാ. വെറുതെ കളിച്ച് നേരം കളയാതെ ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കണോന്ന്. അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയാണല്ലോ. ഗുഡ്. അച്ഛന് അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണോ? അമ്മ ഇടയ്ക്ക് വഴക്ക് പറയുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ വരും. എന്നാ അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്റെ അമ്മ സൂപ്പറാ. ഈ അങ്കിളിനോടോ? ഈ അങ്കിളിനോട് എത്ര ഇഷ്ടമുണ്ട് അച്ഛന്? അങ്കിളിനെ ഇഷ്ടാ, പക്ഷേ അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാ. കറക്റ്റ്. കേൾക്കുന്നവരോട് പ്രിയം പറയുന്നതിനേക്കാൾ മനസ്സിൽ തോന്നുന്ന സത്യം പറയുന്നത് നല്ല ശീലമാണ്. അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ? സത്യമേ പറയാവുള്ളൂന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ട് കള്ളം പറയില്ല ഞാൻ. കള്ളം പറയുന്നതും പറ്റിക്കുന്നതും പാവമാ. സൂപ്പർബ്. നിന്റെ വാക്കുകളും നിന്റെ ശീലങ്ങളും നിന്റെ രീതികളും ഒക്കെ
എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അച്യുത്. ഒരു കുഞ്ഞ് എങ്ങനെയാ വളരേണ്ടതെന്ന് നീ സ്വയം കാണിച്ചു കൊടുക്കുക. എന്റെ മകൻ എന്റെ അടുത്തില്ലെങ്കിലും നീ അടുത്തിരിക്കുമ്പോൾ അവൻ അടുത്തുള്ളതുപോലൊരു ഫീലാ എനിക്ക്. പലപ്പോഴും നീ എന്റെ സ്വന്തം മകനാണെന്ന് പോലും ഞാൻ വിചാരിച്ചു പോകുന്നുണ്ട്. അങ്കിൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. ഞാൻ അങ്കിളുടെ മൂത്ത മകനാ. സ്വന്തം മകനെ തിരിച്ചു കിട്ടുമ്പോ അവൻ എന്റെ അനുജനായി അങ്കിളിന്റെ രണ്ടാമത്തെ മകനായി വളർത്തിയാ മതി. എന്താ പറ്റോ? കൊള്ളാം, സമ്മതിച്ചു. അപ്പോഴേ മൂത്ത മകന് അച്ഛനോട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോ കൂടെ വേണം, അസുഖം വരുമ്പോ ശുശ്രൂഷിക്കണം, മരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യണം, ബലിയിടണം, അങ്ങനെ അങ്ങനെ. അതൊക്കെ മൂത്ത മകന്റെ ഉത്തരവാദിത്തങ്ങളാ. അച്ചു ഇതൊക്കെ ചെയ്യൂ എനിക്ക് വേണ്ടി? ചെയ്യും, ഞാൻ റെഡിയാ. കുഞ്ഞ് ബെഡ്റൂം റെഡിയായി. നേരെ ഒരുപാടായി, നമുക്ക് ചാച്ചിയാലോ? ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ, പോവാം. പോവാം. അത് ഭവാനിയമ്മ രാവിലെ നാട്ടിൽ പോണ ലക്ഷണാ. റൂമിലിരുന്ന് ബാഗിൽ തുണിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പോണെങ്കി പോട്ടെന്നെ. വീണ്ടും വീണ്ടും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ മതിയ. അപ്പൊ അച്യുത്, ഗുഡ് നൈറ്റ്. ശരി. എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന് എനിക്കിപ്പോൾ നിശ്ചയമില്ല. വന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ നീ ഉണ്ടെന്നുള്ള ആശ്വാസമാണ് ഇന്നെൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. എൻ്റെ ദുഃഖങ്ങൾ മറക്കാനും സമാധാനത്തോടെ ഉറങ്ങാനുമുള്ള ദിവ്യ ഔഷധമാണ് നീ. അച്യുത്, ഐ ലവ് യു എ ലോട്ട്. കുറച്ച് വെള്ളം തന്നെ. വെള്ളം തീർന്നല്ലോ. അപ്പുറത്ത് അമ്പലമല്ലേ, അവിടെ വല്ല കിണറോ പൈപ്പോ വല്ലതും കാണും. നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. രാധേ, ഓർമ്മയില്ലേ എന്നെ? ഇപ്പോഴും ഉണ്ട് നിന്റെ ആ മണം. എൻ്റെ മുന്നിലൂടെ ഒരു മയിൽ കുഞ്ഞിനെ പോലെ നീ ഓടിപ്പോയ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. നീ എൻ്റെ നേരെ പൂഴി വാരി എറിഞ്ഞപ്പോൾ പൂവ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയൊക്കെ ഞാൻ നിന്നെ മോഹിച്ചിട്ടും നീ മാത്രം എന്താ എന്നെ വിട്ട് പോയി കളഞ്ഞത്? പറയാൻ.
ഇതല്ലേ സാറ് പറഞ്ഞ പെണ്ണ്? ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്ന ഫോട്ടോ. ഇതാണ്. ഇതിലുള്ള ആടയാഭരണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നൊരു വ്യത്യാസം മാത്രം. ബാക്കിയെല്ലാം ഇത് തന്നെ. ഒരു പൊടിക്ക് പോലും വ്യത്യാസമില്ല. ഫോട്ടോ നന്നായിട്ട് നോക്കിക്കോ. കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്, വേദനിപ്പിക്കരുത്. ഒരു സ്ഫടിക പാത്രം കൊണ്ടുവരുന്നത് പോലെ വേണം അവളെ ഡീൽ ചെയ്യാൻ. ആ അത് വേണം, അത് വേണം. ആ പറഞ്ഞത് ശരിയാ. അതെ, ആ പെണ്ണ് അമ്പലത്തിൽ നിൽപ്പുണ്ട്. ഏത് പെണ്ണ്? ആ മേഘൻ സാറ് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചില്ലേ ഒരു പെണ്ണ്? ആണോ? സൂപ്പർ, അത് കൊള്ളാം. ആ പ്രസാദേ, ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രസാദിനെ കണ്ടത് നന്നായി. ആ ഇംഗ്ലണ്ടുകാരൻ ഏൽപ്പിച്ച ഇവന്റില്ലേ, അതിനവർക്ക് താല്പര്യമുള്ള സെറ്റുകളുടെയും ഡെക്കറേഷന്റെയും മറ്റും കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ഓ, എവിടെ? അത് ഫോണിലാ, വണ്ടിയിലിരിപ്പുണ്ട്. ആ. വാ കാണിച്ചുതരാം. ആ. വന്നേ. ഒരു മിനിറ്റ്. ശരിക്കും നോക്കിയോ നീ? ആ ആള് മാറി അബദ്ധം പറ്റരുത്. അത് ശരിയാ. ഒന്നാമത് അയാൾ പറഞ്ഞിരിക്കുന്നത് ആ പെണ്ണിനെ ഉപദ്രവിക്കാതെ പൂ പോലെ കൊണ്ടുചെല്ലണോന്നാ. ആളത് തന്നെ, എനിക്ക് തീർച്ചയാ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, എടുത്ത് കാറിലിട്ട് ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കാം. ആ നിങ്ങൾ വാ. എന്നാ വാ. വാ. പിടിച്ചോണ്ട് പോടാ. നടക്കുന്നു പാടി. ഹലോ. ആ ബോസ്, പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കാണിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ലേ, ആ പെണ്ണിനെ തന്നെ കണ്ടുകിട്ടിയോ? കിട്ടി. ദാ വണ്ടിയിലോട്ട് കയറ്റുവാ. ഗുഡ്. ഏയ് ഏയ് ഏയ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അവളെ പിടിക്കുമ്പോൾ അവള് തല്ലും, കടിക്കും, ബഹളം ഉണ്ടാക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ അപ്പോഴൊന്നും ഒരു വിധത്തിലും അവളെ ഉപദ്രവിക്കരുത്. ഒരു റോസാപ്പൂവിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാതെ വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്യൂ ബോസ്. അവളെ കൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ പുറപ്പെടാം.
വലിച്ചു കേട്ടണം. കേറടി. കേറി അകത്തോട്ട്. ആരാണ് നീ? വെറുതെ അടികൂടാൻ വന്നതാ. തൽക്കാലം ഞാൻ ഇതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ഇവരെ മേഘനാഥൻ അയച്ചതാണെന്ന് തീർച്ച. തൽക്കാലം ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ പ്രസാദേട്ടന് സംശയമാവും. സത്യം പറയടാ, ആരതിന്റെ പിന്നിൽ? ആർക്ക് വേണ്ടിയാ നീയൊക്കെ ഇത് ചെയ്തേ? സത്യം പറയണം. പ്രസാദേട്ടാ വേണ്ട, മതി. വാ പോവാം. ഇവരാരും ആയിക്കോട്ടെ, ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. പ്രസാദേട്ടാ അവന്മാരെ വിട്ടിട്ട് വാ, നമുക്ക് പോവാം. വാ. വിടഞ്ജലി, അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാനുണ്ടായിരുന്നോണ്ട് ഇവരെ തടഞ്ഞു. നാളെ ഇനി ഞാനില്ലാത്തടത്ത് വെച്ച് മറ്റൊരു ശ്രമം നടന്നാ ആര് രക്ഷിക്കും? അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം. പറയണം, ആരാണ് നിന്നെ അയച്ചത്? പറയാൻ. അവളെ വണ്ടി കയറ്റി കഴിഞ്ഞോ? പുറപ്പെട്ടോ നിങ്ങള്? ആരടാ നീ? ഏതെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യലാണോ നിന്റെ പണി? എന്താ നിന്റെ പേര്? ഏതെങ്കിലും പെൺകുട്ടിയോ? അവളെ എന്റെ പെണ്ണാടാ, ഇഡിയറ്റ്. എന്റെ സ്വപ്നവും പ്രണയവും ഭാവി ജീവിതമൊക്കെ അവളാ. അങ്ങനെയുള്ള അവളെ എനിക്ക് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. അതിരിക്കട്ടെ, ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. ചുണയുണ്ടെങ്കിൽ നീ ആരാണെന്ന് ആദ്യം പറ. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ സംസാരം. അതാദ്യം നീ പറയണം. എന്റെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ? എവിടെയാണ് നിന്റെ സ്ഥലം? അവൾ എങ്ങനെയാണ് നിന്റെ പെണ്ണാവുന്നത്?
എങ്ങനെയെന്നല്ല, എല്ലാ അർത്ഥത്തിലും ഇവൾ എന്റെ മാത്രം പെണ്ണ. എന്റെ കൂടെ ജീവിക്കുന്ന, എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ്. അവളുടെ മേൽ അവകാശം പറയുന്ന നിനക്കെങ്ങനെയാ അവളെ അറിയാവുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം പെണ്ണിനെ ആരെങ്കിലും ഗുണ്ടകളെ വെച്ച് പിടിപ്പിക്കുവോ? ആദ്യം അതിനുത്തരം പറ. ഒരു ഉത്തരവും പറയാൻ മനസ്സിലായിരിക്കും. ഒന്ന് മാത്രം നീ ഓർത്തോ, ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എന്റെ പെണ്ണ അവള്. ഇന്നിപ്പോ അവള് നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ നീ കരുതിയിരുന്നോ, നിന്റെ ആയുസ് അവസാനിക്കാൻ പോവാ.